നമസ്കാരം. ജയിൽ മോചിതയായ ഷെറിൻ പോയത് വാഗമണ്ണിലേക്കോ? വാഗമണ്ണിൽ തീർത്ത പുതിയൊരു 4 കോടിയുടെ ബംഗ്ലാവിലേക്കാണ് ഷെറിൻ പോയതെന്നാണ് സൂചന. പക്ഷേ ഇത് ഉറപ്പിക്കാൻ പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് പോലും ഇനിയും കഴിഞ്ഞിട്ടില്ല. നിയമപരമായി ഇനി സ്വതന്ത്രയായി നടക്കാൻ ഷെറിന് അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ എവിടെ താമസിച്ചാലും അത് നിയമപ്രശ്നമുണ്ടാക്കുകയില്ല. എങ്കിലും ഷെറിൻ അതീവ രഹസ്യ കേന്ദ്രത്തിൽ സമാധാനമായി തുടരട്ടെ എന്ന നിലപാടിലാണ് മോചനം ഉറപ്പാക്കിയവർക്കുള്ളത്. ശിക്ഷാ ഇളവ് നൽകാൻ മിന്നൽ വേഗത്തിൽ സർക്കാർ തീരുമാനിച്ച ചെങ്ങന്നൂർ ഭാസ്കര കാരണവർ വധക്കേസ് പ്രതി ഷെറിന്റെ ജയിൽ മോചനം അതീവ രഹസ്യമായിട്ടായിരുന്നു. കണ്ണൂർ ജയിലിലെ നടപടിക്രമങ്ങൾ വിലയിരുത്തുന്നവർക്കെല്ലാം ഈ മോചനത്തിന് പിന്നിലെ VIP സ്വാധീനം തിരിച്ചറിയാൻ കഴിയുന്നതേയുള്ളൂ. ശിക്ഷ ഇളവ് ചെയ്തുള്ള ഉത്തരവ് ബുധനാഴ്ച പള്ളിക്കുന്ന് വനിതാ ജയിലിൽ എത്തിയതിന് പിന്നാലെ വ്യാഴാഴ്ചയാണ് പരോളിലായിരുന്ന ഷെറിൻ ജയിലിലെത്തി മോചനം നേടിയത്. മാധ്യമങ്ങളെ ഒഴിവാക്കാനായി ഉച്ചയ്ക്ക് 3:30 അതീവ രഹസ്യമായിട്ടാണ് കാറിൽ ജയിലിലെത്തിയത്. 17 മിനിറ്റ് ജയിലിൽ ചെലവഴിച്ച അവർ 3 ബോണ്ടുകളിൽ ഒപ്പിട്ട് വന്ന കാറിൽ തന്നെ മടങ്ങി. അതീവ രഹസ്യമായി ഷെറിൻ കാറിൽ ജയിലിലെത്തുമെന്നും മോചന നടപടി പൂർത്തിയാക്കുമെന്നും മറുനാടൻ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഷെറിന് വേണ്ടി ഇടതുമുന്നണിയിലെ പ്രമുഖ നേതാവാണ് തിരക്കഥ ഒരുക്കിയത്. അതുകൊണ്ട് തന്നെ ഷെറിൻ വന്ന വിവരം മാധ്യമങ്ങളെപ്പോലും ജയിൽ അധികൃതർ അറിയിച്ചില്ല. കണ്ണൂരിലെ പഴുതടച്ച ഇടത് സംവിധാനം എല്ലാം സുരക്ഷിതമാണെന്നും ഉറപ്പാക്കി. ജയിൽ മോചന സമയത്ത് ഷെറിന്റെ ഫോട്ടോയൊന്നും മാധ്യമങ്ങളിൽ വരരുതെന്ന് ഇടത് നേതാവിന് നിർബന്ധമായിരുന്നു. ഷെറിന്റെ പഴയ ഫോട്ടോ മാത്രമാണ് മാധ്യമങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഷെറിൻ ആകെ മാറി. അതുകൊണ്ട് തന്നെ പഴയ ഫോട്ടോ വെച്ച് ആരും തിരിച്ചറിയില്ല. ജയിൽ മോചിതയാകുന്ന ഷെറിന് സുരക്ഷിത ജീവിതം ഉറപ്പാക്കാനായിരുന്നു ഇതെല്ലാം. ആരും ഷെറിനെ അത്ര പെട്ടെന്ന് ഇപ്പോൾ തിരിച്ചറിയില്ല. ഇത് ഉറപ്പാക്കാനായിരുന്നു കണ്ണൂർ ജയിലിലെ രഹസ്യ നീക്കങ്ങൾ. മാധ്യമങ്ങൾ ആരും ഫോട്ടോ എടുക്കുന്നില്ലെന്ന് ഉറപ്പിക്കുന്നതിൽ തന്ത്രമൊരുക്കിയവർ വിജയിച്ചു. ഷെറിൻ എപ്പോഴെത്തുമെന്ന വിവരം കണ്ണൂർ ജയിലിലെ ഉന്നതർക്ക് കിട്ടിയിരുന്നു. അവർ അതനുസരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. ജയിലിലെത്തിയ ഷെറിന് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി വെച്ചതിനാൽ ഒപ്പിടാനുള്ള സമയം മാത്രമേ ജയിലിൽ ചെലവഴിക്കേണ്ടി വന്നുള്ളൂ എന്നാണ് വിവരം. ശിക്ഷാ ഇളവ് നൽകിയ സർക്കാർ തീരുമാനം വിവാദമായതിനാൽ മോചനം സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ജയിൽ അധികൃതർക്കും കർശന നിർദ്ദേശമുണ്ടായിരുന്നു. അവരും എല്ലാം രഹസ്യമായി തന്നെ സൂക്ഷിച്ചു. ഷെറിൻ ഉൾപ്പെടെ 11 പേർക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ ശുപാർശ ജൂലൈ 10-നാണ് ഗവർണർ അംഗീകരിച്ചത്. സർക്കാർ ശുപാർശ വിവാദമായ പശ്ചാത്തലത്തിൽ തടവുകാരുടെ വിശദാംശങ്ങൾ പ്രത്യേക ഫോമിൽ രാജ്ഭവൻ ആവശ്യപ്പെട്ടിരുന്നു. ഈ ഫോം പൂരിപ്പിച്ച് സർക്കാർ വീണ്ടും ഫയൽ സമർപ്പിച്ചു. ഗവർണറുടെ തീരുമാനം വരുമ്പോൾ ഷെറിൻ പരോളിലായിരുന്നു. പരോൾ കാലത്ത് തന്നെ മോചനം ഉറപ്പാക്കാൻ പ്രത്യേക കരുതൽ ഇടതുമുന്നണിയിലെ പ്രമുഖനെടുത്തു. ഇതേ വ്യക്തിക്ക് വാഗമണ്ണിൽ പുതിയൊരു വീടുണ്ട്. ഈ വീട്ടിലേക്കാണ് ഷെറിൻ പോയതെന്നാണ് സൂചന. ഷെറിന് അവസാന പരോൾ നൽകാനുള്ള ഉത്തരവ് രഹസ്യമായിട്ടാണ് കൈകാര്യം ചെയ്തത്. സഹതടവുകാരിയായ നൈജീരിയൻ യുവതി കെനി സിംബോയു ജൂലിയെ മർദ്ദിച്ചതിന് മാർച്ചിൽ ഷെറിനെതിരെ കേസെടുത്തിരുന്നു. 14 വർഷത്തെ ശിക്ഷാ കാലയളവിൽ 500 ദിവസത്തെ പരോളാണ് ഷെറിന് കിട്ടിയത്. സഹതടവുകാരിയെ മർദ്ദിച്ച കേസുള്ളതുകൊണ്ട് തന്നെ നല്ല നടപ്പ് വാദത്തിന് പ്രസക്തിയില്ല. ജീവപര്യന്ത തടവിന്റെ ഏറ്റവും കുറഞ്ഞ കാലയളവായ 14 വർഷം പൂർത്തിയാക്കിയതിന് പിന്നാലെയാണ് സ്വതന്ത്രയാക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 20 വർഷത്തിലധികം തടവിൽ കഴിയുന്ന സ്ത്രീകൾ വിവിധ ജയിലുകളിൽ ഉള്ളപ്പോഴാണ് ഷെറിന് വേണ്ടിയുള്ള ഈ തീരുമാനം. CPM നേതാക്കൾ ഉൾപ്പെട്ട ജയിൽ ഉപദേശക സമിതിക്ക് മുന്നിലെത്തിയ മറ്റ് 2 തടവുകാരുടെ അപേക്ഷ തള്ളിയായിരുന്നു ഷെറിനെ മോചിപ്പിക്കാനുള്ള ശുപാർശ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഷെറിൻ ശിക്ഷ ഇളവിനായി അപേക്ഷിച്ചത്. ജയിൽ ഉപദേശക സമിതി പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് ഡിസംബറിൽ ജയിൽ മേധാവിക്ക് ശുപാർശ നൽകി. 4 തവണ ജയിൽ മാറ്റി ഷെറിന് അനുകൂല റിപ്പോർട്ട് കിട്ടിയതും അപൂർവതയായി. പരോളിലായിരുന്ന ഷെറിൻ ഇന്നലെ 4 മണിയോടെയാണ് കണ്ണൂർ വനിതാ ജയിലിലെത്തി നടപടികൾ പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്. ജയിൽ പരിസരത്ത് ഇന്നലെ മാധ്യമങ്ങൾ എത്തിയിരുന്നെങ്കിലും 22-ാം തീയതി വരെ പരോൾ കാലാവധി ഉള്ളതിനാൽ ഷെറിൻ എത്താൻ സാധ്യതയില്ലെന്ന് ജയിൽ അധികൃതർ അറിയിച്ചു. പിന്നീട് കണ്ണൂർ വനിതാ ജയിലിലേക്ക് അതീവ രഹസ്യമായി ഷെറിനെ എത്തിക്കുകയായിരുന്നു. ഒപ്പിട്ട് മടങ്ങിയ ചുരുങ്ങിയ സമയം മാത്രമാണ് ഷെറിൻ വനിതാ ജയിലിൽ ചെലവഴിച്ചത്. തിരുവനന്തപുരം, അട്ടക്കുളങ്ങര, നെയ്യാറ്റിൻകര, തൃശ്ശൂരിലെ വിയൂർ ജയിലുകളിലായിട്ടാണ് ഷെറിനെ നേരത്തെ പാർപ്പിച്ചിരുന്നത്. ജയിലിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുമായി ബന്ധപ്പെട്ട ശിക്ഷാ നടപടികളുടെ ഭാഗമായാണ് കണ്ണൂർ ജയിലിലാക്കിയത്. 2010 ജൂൺ 11-നാണ് കാരണവർ കൊലക്കേസിൽ വിധി വന്നതിനെ തുടർന്ന് ഷെറിൻ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിയത്. തുടർന്ന് ഇവരെ നെയ്യാറ്റിൻകര വനിതാ ജയിലിലേക്ക് മാറ്റി. അവിടെ മൊബൈൽ ഫോൺ അനധികൃതമായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ അച്ചടക്ക നടപടിയുടെ ഭാഗമായി 2015 മാർച്ചിൽ വിയൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അവിടെ വെയിൽ കൊള്ളാതിരിക്കാൻ ഇവർക്ക് ജയിൽ ഡോക്ടർ കൂടെ അനുവദിച്ചത് വലിയ വിവാദമായിരുന്നു. കൂടാതെ ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തിയെന്ന പരാതിയും ഷെറിനെതിരെ ഉയർന്നിരുന്നു.